ഇനി അടുത്തത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് എ പൈപ്പ് ഓഫ് ലെങ്ത് 2000 മീറ്റർ വെൻ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ പൈപ്പ് ഈസ് 200 liters per second ആൻഡ് ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇസ് 4 meter. ടേക്ക് ദ വാല്യൂ ഓഫ് സി 50 ഇൻ ചെസീസ് ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് എടുത്തെഴുതാം. ലെങ്ത് ഓഫ് പൈപ്പ് എൽ എന്നിട്ട് 2000 മീറ്റർ, ഡിസ്ചാർജ് ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ എന്തെങ്കിലും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 10⁻³ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ HF തന്നേക്കണം 4 മീറ്റർ. പിന്നെ ചെസീസ് കോൺസ്റ്റൻറ്റ് V = 0/10 സി ആണ് 50 തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്ചാർജ് = ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി എന്താണ്? ഡിസ്ചാർജ് ബൈ ഏരിയ. ഡിസ്ചാർജിന് ക്യൂ എന്ന് കൊടുത്തു, ഏരിയ എന്ന് വെച്ചാൽ π/4d². ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് എന്ന് വെച്ചിട്ട് 0.2 / π/4d². ഈ 4 മുകളിലേക്ക് പോയപ്പോൾ 0.2 × 4 / πd² എന്ന് വന്നു. ഇനി നമുക്കറിയാം ഹൈഡ്രോളിക് മീനിൻ്റെ എന്ന് വെച്ചാൽ എന്താ d/4 അല്ലേ? അതായത് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d/4 എന്ന് കിട്ടും. അതുപോലെ തന്നെ I = HF/L ആണ്. HF അല്ലെങ്കിൽ HF/L ആണ്. HF ആണ് 4 / L എന്നിട്ടുണ്ട്. അപ്പോൾ 4 / 2000 ചെയ്തു. അപ്പോൾ ചെസീസ് ഫോർമുല V = 0/10 ആണ്. ഓക്കെ, V എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനാണല്ലോ V = 0/10. അപ്പോൾ V എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ബൈ ഏരിയ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് 0.2 × 4 / πd² എന്ന് കിട്ടി. = C എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 √m എന്ന് വെച്ചാൽ d/4 × 0.002. ഇതിലേതാണ് അൺനോൺ ആയിട്ടുള്ളത്? D ആണ് അൺനോൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് d/4 × 0.002. ഈ 50 എന്നുള്ളത് × 50 ഇങ്ങോട്ട് വന്നത് /50 ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? = 0.00509 / d² എന്ന് വന്നു. അതായത് ഈ ഒരു ടേമിനെ നമ്മൾ എന്താ പറയുക ചെയ്തിരിക്കുന്നതാണ്. 0.2 × 4 / 50 × π. ഇത് ചെയ്തപ്പോൾ നമുക്ക് 0.00509 / d². ഈ ഒരു ടേമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തേക്കുന്നതാണിത്. എന്നിട്ട് നമ്മൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യാം? = ഈ ടേമാണ്. ഈ ടേമിന് നമ്മൾ സ്ക്വയർ ചെയ്യും റൂട്ട് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ d/4 × 0.002 = ഇതിൻ്റെ സ്ക്വയർ 0.00509² / d⁴ എന്ന് കിട്ടും. ഓക്കെ, ഈ d⁴ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു ഡിയും കൂടി ഉണ്ട്. അപ്പോൾ അതേം ചെയ്യുമ്പോഴേക്കും d⁵ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ d⁵ ഇതെന്ന് കിട്ടും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.0518. ഇനി എന്ത് ചെയ്യുക? അതേ ⁻1/5 ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി കിട്ടും. അതായത് ⁵5 അല്ലേ? അപ്പോൾ അത് കട്ടായിട്ട് ആൻസർ ⁻1/5 ചെയ്യണം. ഓക്കെ, അപ്പോൾ V = 0/10 ആണ് ആ ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഓരോ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ടേമിലേക്ക് നമ്മൾ മാറ്റുകയാണ്. V വേണം. V നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു ടേമിലേക്ക് എഴുതി. M തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതി. പിന്നെ I എന്ന് വെച്ചാൽ HF/L ആണ്. HF L തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് I കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഡിയുടെ ടേംസിലേക്ക് മാറ്റിയിട്ട് D കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ മേജർ എനർജി ലോസ് ആണ്, അത് ഫ്രിക്ഷൻ കാരണമാണ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡാസി-വെയ്ബാച്ച് ഫോർമുലയും ചെസീസ് ഫോർമുലയും പഠിച്ചു. ഇനി അടുത്ത് നമുക്കുള്ളത് കുറച്ച് മൈനർ ലോസസ് ഉണ്ട്. ഓക്കെ, മൈനർ ലോസ് ഞാൻ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ്? സഡൻ എൻലാർജ്മെൻറ്റ് കാരണം, സഡൻ കോൺട്രാക്ഷൻ കാരണം, പൈപ്പിലേക്കുള്ള എൻട്രൻസ് കാരണം, എക്സിറ്റ് കാരണം, ഒബ്സ്ട്രക്ഷൻ കാരണം, ബെൻറ്റ് കാരണം, വേരിയസ് പൈപ്പ് ഫിറ്റിങ്സ് കാരണം. ഓക്കെ, ഇതൊക്കെ സ്മോളാണ്. നമ്മുടെ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വെരി സ്മോളാണ്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ മൈനർ ലോസസ് പറയാൻ കാരണം. ആൻഡ് മേ ബി നെഗ്ലക്റ്റ് വിത്തൗട്ട് സീരിയസ് എറർ. അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യും. പക്ഷേ ചെറിയ പൈപ്പൊക്കെ ആണെങ്കിൽ ദീസ് ലോസ് ആർ കമ്പയറബിൾ വിത്ത് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. വലിയ പൈപ്പൊക്കെ ആണെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. ചെറിയ പൈപ്പൊക്കെ ആണെങ്കിൽ അത് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനോട് ഏകദേശം സെയിം ആയിട്ട് വരും, കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്. ഓക്കെ, സഡൻ എൻലാർജ്മെൻറ്റ്. ഇങ്ങനൊരു ചെറിയൊരു പൈപ്പ് വന്ന് പെട്ടെന്ന് അത് എൻലാർജ് ചെയ്തു. എൻലാർജ് വലിയ പൈപ്പായി. അവിടെ ഉണ്ടാവുന്നതാണ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 സെക്ഷൻ കൺസിഡർ ചെയ്തേക്കാണ്. എന്താണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇത് എൻലാർജ്മെൻറ്റിന് മുമ്പേ ഉള്ള സെക്ഷൻ 1 എൻലാർജ്മെൻറ്റ് ശേഷമുള്ള സെക്ഷനാണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 1 സെക്ഷനിലുള്ള പ്രഷർ P1 ആണ്, വെലോസിറ്റി V1 ആണ്, ഏരിയ A1 ആണ്. കറസ്പോണ്ടിങ് പ്രഷറും ഏരിയയും വെലോസിറ്റി അറ്റ് സെക്ഷൻ 2 ആണ് P2, A2 ആൻഡ് V2. ഓക്കെ, സെക്ഷൻ 1 പ്രഷർ P1, ഏരിയ A1, V1, വെലോസിറ്റി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിൻ്റെയും ഏരിയയുടെയും വെലോസിറ്റിയുടെയും വാല്യൂസ് ആണ് P2, A2, V2 അറ്റ് 2 സെക്ഷൻ. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്?
corresponding values at section 2.2. Sudden enlargement കാരണം due to sudden change of diameter of the pipe from D1 to D2, അതായത് D1 എന്ന് പറഞ്ഞ ഡയമീറ്റർ ആയെന്ന് പെട്ടെന്ന് D2 എന്ന് പറഞ്ഞ ഡയമീറ്റർ ആയപ്പോഴേക്കും the liquid flowing from the smaller pipe is not able to follow the abrupt change of the boundary. Thus the flow separates from the boundary and turbulent eddies are formed. The loss of head takes place due to the formation of these eddies. അതായത് ഈ ഫിഗറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, ചെറിയ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് വലിയൊരു ഡയമീറ്ററിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ അതിന് ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അതിന് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റും, അത് ഫുള്ളായിട്ട് അവിടെ ഫ്ലോ ചെയ്യുന്നില്ല, കുറച്ച് ബൗണ്ടറിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവിടെ എന്ത് ചെയ്യും, എഡ്ഡീസ് ഫോം ചെയ്യുന്നുണ്ട്. ആ എഡ്ഡീസ് ഫോം കാരണം ഒരു ടർബുലൻ്റ് ആയിട്ടുള്ള ഫ്ലോ പോലെ. അപ്പോൾ ആ എഡ്ഡീസ് ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു ലോസ് ഉണ്ടാവും. ആ എഡ്ഡീസിൻ്റെ ഫോർമേഷൻ കാരണമുള്ള ലോസാണ് സഡൻ എൻലാർജ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചെറിയ ഡയമീറ്ററിൽ നിന്ന് പെട്ടെന്ന് വലിയൊരു ഡയമീറ്ററിലേക്ക് വരുമ്പോൾ അതിനത് എന്താ പറയുക, അതിനോട് കംപ്ലീറ്റ് ആയിട്ട് അത് ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ ബൗണ്ടറീസിൽ നിന്ന് കുറച്ച് മാറി മൂവ് ചെയ്യുള്ളൂ, ബാക്കിയുള്ള പോർഷനോട് എഡ്ഡീസ് ഫോം ചെയ്യും. ആ എഡ്ഡീസ് ഫോർമേഷൻ കാരണമാണ് ഇവിടെ ലോസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ പി ഡാഷ് വെച്ചാൽ പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എഡ്ഡീസ് ഓൺ ദ ഏരിയ A2 മൈനസ് A1. A2 മൈനസ് A1 എന്ന് പറയുന്ന ഏരിയയിൽ ഉണ്ടാവുന്നതാണ് പി ഡാഷ് എന്ന് വെച്ചാൽ പ്രഷർ ഇൻറ്റൻസിറ്റി. എച്ച് എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഹെഡ് ടു സഡൻ എൻലാർജ്മെൻറ്റ്. സഡൻ എൻലാർജ്മെൻറ്റ് കാരണമുള്ള ലോസ് നമ്മൾ HE എന്ന് പറയും. ഫ്രിക്ഷൻ കാരണമുള്ള ഹെഡ് ലോസിന് HF എന്ന് പറഞ്ഞ പോലെ സഡൻ എൻലാർജ്മെൻറ്റ് കാരണമുള്ള ലോസ് ഓഫ് ഹെഡിന് നമ്മൾ HE എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാം. സെക്ഷൻ 1.1 2.2. P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2 plus loss of head. നമ്മൾ കഴിഞ്ഞ ഇതിലേ പറഞ്ഞു, ബെർണോളിസ് ഇക്വേഷൻ റിയൽ ഫ്ലൂയിഡ്സ് വരുമ്പോഴേക്കും റൈറ്റ് സൈഡ് നമ്മൾ HL എന്ന് പറഞ്ഞൊരു ടേം കൊടുക്കും. ഇവിടെ അതിന് പകരം ലോസ് ഓഫ് ഹെഡ് HE എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, Z1 Z2 ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൈപ്പ് ആയതുകൊണ്ട് സെയിം ഡെപ്ത് ആണ്. അപ്പോൾ Z1 Z2 സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. P1 by rho g plus V1 square by 2g is equal to P2 by rho g plus V2 square by 2g plus HE. HE ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ HE is equal to ഈ ടേം മൈനസ് ഈ ടേം. ഓക്കെ, അപ്പോൾ രണ്ട് ടേം ഒരേപോലത്തെ ടേംസ് ഒരുമിച്ച് എഴുതി. P1 by rho g മൈനസ് P2 by rho g പ്ലസ് V1 square by 2g മൈനസ് V2 square by 2g എന്ന് കിട്ടി. ഓക്കെ, consider control volume of liquid between section 1.1 and 2.2. Then the force acting on the liquid in the control volume in the direction of flow. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് H ഡിറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത്. അതെന്താണ്, P1A1. P1A1 എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനാണ്. P2A2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ P1A1 മൈനസ് P2A2. പിന്നെ എന്താണ്, കൺട്രോൾഡ് സെക്ഷൻ. അതായത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു A2 മൈനസ് A1, അതായത് പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എഡ്ഡീസ് ഓൺ ദ ഏരിയ A2 മൈനസ് A1. A2 എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, A1 എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അതിനെ രണ്ടിൻ്റെയും കൂടി സബ്ട്രാക്ട് ചെയ്യുക. A2 മൈനസ് A1, അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് P ഡാഷ്. അപ്പോൾ അതിൻ്റെയും കൂടി കണ്ടുപിടിക്കുക. പ്ലസ് P ഡാഷ് ഇൻറ്റു A2, അവിടുത്തെ ഏരിയ എന്ന് വെച്ചാൽ A2 മൈനസ് A1. ഓക്കെ, അപ്പോൾ A1 ഫസ്റ്റ് സെക്ഷൻ അതിൻ്റെ ഇങ്ങോട്ടേക്കാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ P1A1. മറ്റേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് P2A2. പിന്നെ ഒരു ചെറിയ എഡ്ഡീസിൻ്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് P ഡാഷ് ഇൻറ്റു A2 മൈനസ് A1 കൂടെ ചെയ്തു. എക്സ്പെരിമെൻ്റലി P ഡാഷ് P1 സെയിം ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റലി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1A1 പ്ലസ് P ഡാഷ് വരെ P1 കൊടുക്കുക. P1 ഇൻറ്റു A2 മൈനസ് A1 മൈനസ് P2A2 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ P1A1 എന്ത് ചെയ്യും, ക്യാൻസലായിപ്പോൾ. ഈ P1A1 ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ P1A1 ക്യാൻസലായിപ്പോൾ. ബാക്കി എന്താ ഉള്ളത്, P1A2 മൈനസ് P2A2. മനസ്സിലായില്ലേ, ഇവിടെ ഒരു P1A1 ഉണ്ട്, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ P1A1 ഒരെണ്ണം വരുന്നത് മൈനസ് P1A1, രണ്ടും കൂടി ക്യാൻസലായിപ്പോൾ. പിന്നെ ബാക്കി എന്താ ഉള്ളത്, P1A2 മൈനസ് P2A2 എന്ന് വരും. ഓക്കെ, ഇതിൽ A2 കോമൺ ആണ്. അപ്പോൾ A2 ഇൻറ്റു P1 മൈനസ് P2 എന്ന് വന്നു. ഇനി മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എഴുതുന്നതാണ് ഇങ്ങനെ, റോ ഇൻറ്റു A1 ഇൻറ്റു V1 ഇൻറ്റു V1. വോളിയത്തിന് പകരം നമ്മൾ വെലോസിറ്റി എന്നാണ് കൊടുക്കുക. A1 ഇൻറ്റു V1 ഇൻറ്റു V1. അപ്പോൾ റോ A1 V1 സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിൽ റോ A1 V1 സ്ക്വയർ എന്ന് വന്നു. സെക്കൻഡ് സെക്ഷനിലാകുമ്പോഴേക്കും സെയിം പോലെ തന്നെ റോ A2 V2 സ്ക്വയർ വരും. ചേഞ്ച് ഓഫ് മൊമെൻറ്റം സബ്ട്രാക്ട് ചെയ്യുക. റോ A2 V2 സ്ക്വയർ മൈനസ് റോ A1 V1 സ്ക്വയർ എന്ന് വരും. പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ, A1 V1 ഇസ് ഈക്വൽ ടു A2 V2. അതിൽ നിന്നും A1ൻ്റെ ഇക്വേഷൻ എന്താണ്, A1 എങ്ങനെ എഴുതാം, A2 V2 ഡിവൈഡ് ബൈ V1 എന്ന് എഴുതാം. ഓക്കെ, ഇനി A1 ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചേഞ്ച് ഓഫ് മൊമെൻറ്റം റോ A2 V2 സ്ക്വയർ മൈനസ് റോ ഇൻറ്റു A1ന് പകരം A2 V2 ഡിവൈഡ് ബൈ V1 ഇൻറ്റു V1 സ്ക്വയർ എന്ന് കൊടുക്കും. അതിന് നമ്മൾ റോ A2 V2 സ്ക്വയർ
ഈ V1 ഒരു V1 ക്യാൻസലായി പോവും. അപ്പോൾ എന്ത് കിട്ടും? റോ A2 V2 V1 റോ A2 V1 V2 എന്ന് കിട്ടും. ഇതിൽ റോ A2 കോമൺ ആണ്, അപ്പോൾ V2² മൈനസ് V1 V2 എന്ന് കിട്ടി. ഇനി ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ, അപ്പോൾ ഈ ഒരു ഫോഴ്സ് നെറ്റ് ഫോഴ്സ് ഇവിടെ എത്ര കിട്ടിയത്? ഇതും ഈക്വൽ ആണെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ P1 മൈനസ് P2 ഇൻറ്റു P1 മൈനസ് P2 ഇൻറ്റു A2 ഇസ് ഈക്വൽ ടു റോ A2 ഇൻറ്റു V2² മൈനസ് V1 V2. അതിന് P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ, ഈ റോയിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, A2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഈ A2 ക്യാൻസലായിപ്പോയി, ബാക്കി V2² മൈനസ് V1 V2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ G വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു രണ്ട് സൈഡും. അപ്പോൾ P1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ G ഇസ് ഈക്വൽ ടു V2² മൈനസ് V1 V2 ഡിവൈഡ് ബൈ G എന്ന് കിട്ടി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. P1 ബൈ റോ G മൈനസ് P2 ബൈ റോ G ഇസ് ഈക്വൽ ടു V2² മൈനസ് V1 V2 ഡിവൈഡ് ബൈ G എന്ന് കിട്ടും. ഈ P1 ബൈ റോ G മൈനസ് P2 ബൈ റോ G നമ്മൾ എന്ത് ചെയ്യും? ഇനി ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. H എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. H ഈസ് ഈക്വൽ ടു P1 ബൈ റോ G മൈനസ് P2 ബൈ റോ G എന്നുള്ള ടേം കിട്ടിയല്ലോ, അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയേക്കണം. V2 ഈസ് ഈക്വൽ ടു V2² മൈനസ് V1 V2 ബൈ G എന്നല്ല. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. P1 ബൈ റോ G മൈനസ് P2 ബൈ റോ Gക്ക് പകരം. അപ്പോൾ H ഈസ് ഈക്വൽ ടു V1² മൈനസ് V2² മൈനസ് V1 V2 ഡിവൈഡ് ബൈ G പ്ലസ് V1² ബൈ 2G മൈനസ് V2² ബൈ 2G. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മൾ LCM എടുത്തേക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ 2V2² മൈനസ് 2V1 V2 പ്ലസ് V1² മൈനസ് V2² ഡിവൈഡ് ബൈ 2G കിട്ടും. പിന്നെ നമുക്ക് 2V2² മൈനസ് V2² എന്ന് പറയുമ്പോഴേക്കും V2² പ്ലസ് V1² മൈനസ് 2V1 V2 ഡിവൈഡ് ബൈ 2G. ഇതെന്താണ്? V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ടേം അല്ലേ ഇത്. അപ്പോൾ V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഇവിടെ ഇല്ല കേട്ടോ, ഇതിനില്ല. V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2G. അപ്പോൾ H എന്ത് കിട്ടി? V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2G. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡിൽ H എന്ന് പറഞ്ഞ ടേം കൊടുത്തു. Z1 Z2 സെയിം ആയതുകൊണ്ട് അത് ക്യാൻസലായി പോയി. എന്നിട്ട് H ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതി. പിന്നെ ഫോഴ്സിന് വേണ്ടിയിട്ട് എടുത്തു. ഫസ്റ്റ് സെക്ഷനിലെയും സെക്കൻഡ് സെക്ഷനിലും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ P1 A1 മൈനസ് P2 A2 ഇടുന്നു. പിന്നെ എഡീസ് ഫോർമേഷൻ്റെ P' A2 മൈനസ് A1 എഴുതി. ഇനി ഇതിൽ ചില ടേംസ് ഈ P' P1 തന്നെയാണെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പോകുന്ന ടേംസ് കളയാം. പിന്നെ ഇനി അപ്പം നമുക്ക് ഇതാണ് നെറ്റ് ഫോഴ്സ്, അതവിടെ ഇരിക്കട്ടെ. ഇനി മൊമെൻറ്റം മാസിൻ്റെ വെലോസിറ്റിയാണ്, അതിന് ഒരു ഇക്വേഷൻ എടുത്തു. സെക്ഷൻ 1ൻ്റെയും സെക്ഷൻ 2ൻ്റെയും ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്നും A1 ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കിട്ടി. ഇതും ഈ നെറ്റ് ഫോഴ്സും ഈക്വൽ ആണെന്നും പറഞ്ഞ് അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ P1 മൈനസ് P2 ബൈ റോ എന്ന് കിട്ടും. അതിനെ ഡിവൈഡ് ബൈ G ചെയ്യാം. നമുക്ക് ഈ ഒരു ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ P1 ബൈ റോ G മൈനസ് P2 ബൈ റോ G എന്ന് പറഞ്ഞ ടേം നമുക്കിവിടെ കിട്ടും. അതിന് ഇങ്ങനെ ഒരു ടേം കിട്ടും, അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ രണ്ട് സ്ഥലത്തും G ഉണ്ട്, ഇവിടെ 2G ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ LCM എടുത്തു. LCM എടുത്ത് ലാസ്റ്റ് H E ഈസ് ഈക്വൽ ടു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2G എന്നുള്ള ഒരു ഇത് കിട്ടും, ഒരു എക്സ്പ്രഷൻ കിട്ടും.